ഇതെല്ലാം പഴയ കഥകളിൽ നിന്ന് ആലോചിച്ച് നോക്ക്. ഇവരുടെ ദാഷ്ട്യവും അഹങ്കാരവും. ഇതൊരു മലപ്പുറം പാർട്ടിയാണ്. ഈ മലപ്പുറം പാർട്ടിയുടെ പണമുണ്ട്, പ്രതാപമുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാവരെയും തൻ്റെ പടക്കീഴിലാക്കിക്കൊണ്ട് ഭയപ്പെടുത്തി നിർത്തുന്ന അടവ് നയം. ഇങ്ങനെ ഒരു പരപക്ഷ ബഹുമാനമില്ലാതെ അവരുടെ അഭിപ്രായത്തോട് യോജിക്കാതെ ആരുണ്ടോ അവരെല്ലാം തകർക്കുക. ഞാൻ പറഞ്ഞത് എന്തെങ്കിലും തെറ്റുണ്ടോ? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൻ്റെ കുറവുണ്ടെങ്കിൽ അത് തെറ്റായിപ്പോയി പരിഹരിക്കുക, അല്ലെങ്കിൽ ശരിയാ ഇങ്ങനെ അബദ്ധം പറ്റിയെന്ന് അവർ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകാം. പക്ഷെ അവരെയും അവരുടെ കുഞ്ഞാടുകളെയും കൊണ്ടും വിദേശത്ത് പോയി എന്തെല്ലാമാണ് പ്രസംഗിച്ചിരിക്കുന്നത് അതൊക്കെ ഞങ്ങൾ റെക്കോർഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ലീഗ് എന്ന് പറഞ്ഞാൽ അവരിന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം, ഇത്തരം സൗഹാർദ്ദം തകർത്ത് മതവിദ്വേഷം പകർത്തുന്ന ഒരു പാർട്ടി ഇന്ന് കേരളത്തിലുണ്ടെങ്കിൽ അവർ മാത്രം. അല്ല, ഞാൻ പറഞ്ഞല്ല, 3 ജില്ല ഞാൻ വടക്ക് പറഞ്ഞല്ലോ. നിങ്ങൾ തിരക്ക് നോക്ക്. ഞങ്ങൾക്കൊരു കോളേജ് ഉണ്ടോ, ഒരു ഉന്നത വിദ്യാഭ്യാസം മലപ്പുറത്തൊരു കുടിപ്പള്ളി കൂടെ എൻ്റെ സമുദായത്തിന് ദുഃഖം ഞാനൊന്ന് പറഞ്ഞുപോയി. ആ ദുഃഖം പറഞ്ഞതിന് എന്നെ ഇത്രയധികം വേട്ടയാടാൻ ഞാൻ എന്ത് ചെയ്തു? ഈ വിദ്വേഷം പകയായി മനസ്സിൽ വെച്ചിട്ടുണ്ട്. അവർ വിളിച്ചപ്പോൾ ഞാൻ ചെന്നില്ല, ഞാൻ അവരുടെ കൂടെ നിന്നില്ല എന്നുള്ളതിൻ്റെ പേരിൽ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവനെ ചിലരെ കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് SNDPക്ക് എതിരായി ചില ഒരുക്കങ്ങൾ നടത്തി. അതും പൊളിഞ്ഞ് അതിനുശേഷം എൻ്റെ ഓരോ വാക്കിനെയും അവിടെ ഇവിടെയുള്ള അടർത്തിയെടുത്തുകൊണ്ട് മതവിദ്വേഷം എന്ന് വരുത്തി മീഡിയകളും ഉപയോഗിച്ചുകൊണ്ടും എന്നെ തകർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര തകർക്കാൻ ശ്രമിച്ചാലും നിങ്ങളൊന്ന് ആലോചിക്കണം, കേരളത്തിലെ ഏതാണ്ട് 150ഓളം യൂണിയനുണ്ട്. ഇതുപോലുള്ള ജൽപ്പനങ്ങൾ നടത്തി ഭയപ്പെടുത്തിയും SNDP യോഗത്തെയോ യോഗ നേതാക്കന്മാരെ ഇരുത്താമെന്നോ തളർത്താമെന്നോ ആരെങ്കിലും വിചാരിക്കുന്നുവെങ്കിൽ അവർ മൂഢസ്വർഗത്തിൽ ജീവിക്കുന്നവരാണെന്ന് പറയേണ്ടി വരും. അതിന് എന്നെ തലയിൽ കയറിയാൽ മതിയാ. ഞാൻ മുഖ്യമന്ത്രിയുടെ കാറിൽ കയറിയെന്ന് കുറ്റം പറഞ്ഞാൽ മതിയാ. കാറിൽ കയറി എന്തൊരു കുറ്റം! എത്ര നേതാക്കന്മാർ കണ്ട പെണ്ണുങ്ങളെ ചെന്ന് പോയിട്ട് ആരും കണ്ടിട്ടില്ല. അതൊക്കെ എത്രയോ പേര് എഴുത്തൊക്കെ എഴുതിയാണ്, എന്നിട്ടൊന്നൊരു പണം ചെലുത്തില്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കണേ, ഞാൻ 50 കൊല്ലമായി പെൻഷുകാർ കിടക്കണ. ഇപ്പൊ തന്നെ നോക്ക് എത്ര കാറിൻ്റെ അവിടെ കിടപ്പുണ്ട്. ഈ മുഖ്യമന്ത്രി നടക്കണേക്കാൾ വലിയ വണ്ടികൾ ഇപ്പോഴും നടക്കും. കാരണം വേറൊന്നുകൊണ്ടല്ല, പണത്തിന്റെ അഹങ്കാരം കൊണ്ടല്ല. ഞാൻ അതുപോലെ ഓടി വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ഓടാൻ പറ്റുന്ന നല്ലൊരു വണ്ടി വേണമെന്നുള്ളത് കൊണ്ട് ഞാൻ നല്ല വണ്ടി സഞ്ചരിക്കുന്നു.